Hi students, welcome back to math class. Let us discuss some questions related to our last concept. What is the last concept? We have discussed in the last class. Yes, in triangles of the same angles, the sides opposite equal angles are in the same ratio or scaled by the same factor. Now listen. You have given one triangle. One side is 6 centimeters. The angles are 50 degree and 70 degree. One side is 6 centimeters, then 50 degree, 70 degree. Next, we want to draw a small triangle with all its sides 3 by 4 of the sides of this triangle. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ 50 ഡിഗ്രി 70 ഡിഗ്രി നെക്സ്റ്റ് ആംഗിൾ 60 ഡിഗ്രി അല്ലെ, ഈ ആംഗിൾസ് ഉള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് വരക്കണം. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഈ ട്രയാങ്കിളിന്റെ 3/4 ആയിരിക്കണം സൈഡ്സ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ, ബാക്കി രണ്ട് സൈഡ്സ് അറിയോ? ഇല്ല. അപ്പൊ ഇതിന്റെ നമുക്ക് 3/4 കണ്ടുപിടിക്കാം. ബാക്കി രണ്ട് സൈഡ്സിന്റെ 3/4 സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? പറ്റുമോ? ഇല്ല. അപ്പൊ അതിനാണ് നമ്മൾ ലാസ്റ്റ് റിസൾട്ട് യൂസ് എന്താണ്, ട്രയാങ്കിൾസിന്റെ ആംഗിൾസുകൾ സെയിം ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സുകളുടെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സൈഡ്സ് ഒരേ സ്കെയിലിലാവും നമ്മൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇത് വരക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഈ സൈഡിന്റെ 3/4 കണ്ടുപിടിക്കാം. അപ്പൊ 6 സെന്റിമീറ്റർ ആണ് ഈ സൈഡ് തന്നിട്ടുള്ളത്. ഇതിന്റെ 3/4 എന്ന് പറഞ്ഞത് എത്രയാണ്? സൈഡിന്റെ 6ന്റെ 3/4 അതിനെ നമുക്ക് കാണാം. ഇതിന്റെ മുക്കാൽ ഭാഗം അല്ലെ, 6ന്റെ മുക്കാൽ ഭാഗം അല്ലെ 3/4 എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇതിനെ 4 പാർട്സ് ആക്കിയാൽ, 6നെ 4 പാർട്സ് ആക്കിയാൽ ഓരോന്നും എത്ര വരിക? 1.5 അല്ലേ വരിക. അപ്പൊ ഈ 1.5 1.5 1.5 1.5 എന്നല്ലേ വരിക. അപ്പൊ അതിന്റെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 4.5. അപ്പൊ 6ന്റെ 3/4 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 4.5. ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? 6 × 3/4. 6 × 3/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 × 3 18, 18/4. This is also 9/2, that is 4.5 here centimeters. Now let us draw the triangle. First, draw one line of length 4.5 centimeters. .5 centimeter. Okay. The next, the angles at its ends are 50 degree and 70 degree. Here 50 degree and at this end 70 degree. Okay. Now let us complete the triangle. Here 70 degree and at this end 50 degree. ഓക്കെ. അപ്പോൾ ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ സ്കെയിൽ തന്നിട്ട് നിങ്ങളോട് ആ സൈഡ്സിൽ അതേ ലെങ്ത് ഉള്ള ആ സ്കെയിൽ യൂസ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ 3/4 ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 6ന്റെ 3/4 നമ്മൾ എടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 4.5 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ആ 4.5 സൈഡായിട്ട് അതിൻ്റെ രണ്ട് എൻഡിലും 50 ഡിഗ്രി 70 ഡിഗ്രി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആംഗിൾസ് സെയിം ആണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സൈഡ്സുകളും എങ്ങനെ തന്നെ വരിക? 3/4 ഓഫ് ദ ലാർജർ സൈഡ്സ് ആയിട്ട് മാറും. കാരണം ആംഗിൾസുകൾ എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾസ് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൽ എന്തായിരിക്കും? ഒരേ റേഷ്യോയിലാണ് വരിക. അതല്ലെങ്കിൽ എങ്ങനെ പറയാം? സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ.
Okay, all of you look at these triangles. One triangle ABC and the other is triangle PQR. The sides are AB 8 centimeters, BC 4 centimeters and AC 6 centimeters. Here you have given PQ 3 centimeters. Now let us find out the other two sides, which are the PR and QR. So first, then you have given the angles. Angle P equals angle C, angle Q equals angle A, angle R equals angle B. What is the meaning of this? Is all angles of these two triangles are equal. So we can say that the sides are in the same ratio, sides scaled by the same factor. About P. P equals C. Okay. അപ്പോൾ ഇതിനെ ജസ്റ്റ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. എക്സ്. ദ നെക്സ്റ്റ് ആംഗിൾ ക്യൂ ഈക്വൽസ് ആംഗിൾ എ. ആംഗിൾ ക്യൂ ഈക്വൽസ് ആംഗിൾ എ. ഹിയർ വൈ. Then third, angle R equals angle B. Angle B and angle R. Z. ഇനി നമ്മൾ എങ്ങനെയാണ് ആംഗിൾസും സൈഡ്സും നമ്മളെ കണക്ഷൻ എങ്ങനെയാണ്? യെസ്, ആംഗിൾസും ഓപ്പോസിറ്റ് സൈഡ്സുകളുമാണ്. അപ്പോൾ ആംഗിൾസ് ഏതൊക്കെയാണ്? എക്സ്, ദെൻ വൈ, സെഡ്. ഓക്കെ, സൈഡ്സ് ഇപ്പോൾ ഇവിടെ ഏതാ വരിക? ഫസ്റ്റ് എക്സ് എടുത്താൽ ഓപ്പോസിറ്റിൽ വരുന്നത് എ ബി. ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റിൽ വരുന്നത് ഏതാ? ക്യു ആർ. ക്യു ആർ അല്ലേ? അപ്പൊ എക്സ് എടുത്താൽ എക്സിന്റെ ഓപ്പോസിറ്റിൽ വരുന്നത് ഇവിടെ എ ബി, ഇവിടെ ഏതാണ്? ക്യു ആർ. നെക്സ്റ്റ് വൈ കൊടുത്തിട്ടുണ്ടെങ്കിലോ വൈന്റെ ഓപ്പോസിറ്റിൽ വരുന്നത് ബി സി. ഹിയർ പി ആർ. പി ആർ. നെക്സ്റ്റ് സെഡ് ആണെങ്കിലോ സെഡിന്റെ ഓപ്പോസിറ്റിൽ വലിയ ട്രയാങ്കിളിൽ എ സി, ചെറിയ ട്രയാങ്കിളിൽ ഏതാണ്? പി ക്യൂ. നെക്സ്റ്റ് you have given the three sides of triangle ABC, that is a large triangle അല്ലേ? ഇവിടുത്തെ ഒരു സൈഡേ തന്നിട്ടുള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി രണ്ട് സൈഡ്സ് കാണും. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ എഴുതാം? എക്സ് വൈ സെഡ്. Then AB. AB equals what is given? 8 centimeters. The next BC. BC is 4 centimeters. Third AC. AC 6 centimeters. Next we want to find out the sides QR and PR. അല്ലേ? അതിന് പി ക്യു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്യു ആർ, ദ നെക്സ്റ്റ് പി ആർ, നെക്സ്റ്റ് പി ക്യു. പി ക്യു ഈസ് 3 centimeter. ഇപ്പം ആംഗിൾസ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഇപ്പം ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെയും സൈഡ്സ്, ചെറിയ ട്രയാങ്കിളിലെ ഓരോ സൈഡ്സ്, അതായത് പി ആറും ക്യു ആറും കാണാം. എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കമ്പയർ ചെയ്ത്, സൈഡ്സുകൾ കമ്പയർ ചെയ്തിട്ട് അല്ലേ? ഇപ്പം ഇവിടെ എ സി എന്ന് പറയുമ്പോൾ 6 centimeter പി ക്യു എന്ന് പറയുമ്പോൾ 3 centimeter ആണ്. അത് രണ്ടും സെഡ് എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. സെഡിൻ്റെ ഓപ്പോസിറ്റിലാണ് എ സി എന്ന സൈഡ് ഉള്ളത്, അതേപോലെ സെഡിൻ്റെ ഓപ്പോസിറ്റിലാണ് പി ക്യു എന്ന് പറഞ്ഞ സൈഡ് ഉള്ളത്. ഇവിടെ എ സി 6 centimeter പി ക്യു എന്താണ്? 3 centimeter. അതായത് ഹാഫും ഡബിളും ആയിട്ടാണ് വരുന്നത് അല്ലേ? എ സിന്റെ ഹാഫ് ആണ് എന്ത് വരുന്നത്? പി ക്യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സൈഡ്സ് ഒക്കെ ഒരേ റേഷ്യോ തന്നെയല്ലേ വരിക, അല്ലെങ്കിൽ ഒരേ സ്കെയിൽ ഫാക്ടർ ആയിട്ടല്ലേ വരിക? ഓക്കെ, അപ്പൊ എങ്ങനെ വരിക? Can you say? Here you have given AB 8 centimeter. Then what is the length of QR? 4 centimeter. 4 centimeter. Then BC 4 centimeter ആണെങ്കിൽ what is the length of PR? PR is 2 centimeter. Okay. Now listen. Angle P.
ആംഗിൾ പിയും ആംഗിൾ സിയും ആണ് ഈക്വൽ. ഇപ്പം ആംഗിൾ പിയും ആംഗിൾ സിയും, അതായത് എ ബി 8 സെൻറ്റിമീറ്റർ ആണ് സിൻ്റെ ഓപ്പോസിറ്റിൽ. അപ്പോൾ പിൻ്റെ ഓപ്പോസിറ്റിൽ ഏതാ സൈഡ്? ക്യു ആർ. ക്യു ആർ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് ആംഗിൾ ക്യൂ ഈക്വൽസ് ആംഗിൾ എ. ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? ഇതിൽ നമ്മൾ y കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആംഗിൾ എ എന്ന് പറയുമ്പോൾ y കൊടുത്തിട്ടുണ്ട് അല്ലേ? ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റിൽ ഇവിടെ ബി സി 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി ആംഗിൾ ക്യൂവിൻ്റെ ഓപ്പോസിറ്റിൽ ഇവിടെ ഏതാ സൈഡ്? പി ആർ ആണ്. അപ്പോൾ ഇത് 4 ആണെങ്കിൽ, ബി സി 4 ആണെങ്കിൽ പി ആർ എത്ര വരും? 2 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് തേർഡ് ആംഗിൾ ബിയും ആംഗിൾ ആറും. ആംഗിൾ ബിയും ആംഗിൾ ആറും ആണ് ഈക്വൽ. ഇപ്പം ആംഗിൾ ബിയിൽ എ സി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഏതാണ്? ആറിൽ ഓപ്പോസിറ്റിൽ പി ക്യു 3 സെൻറ്റിമീറ്റർ. ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ബാക്കിയുള്ള സൈഡ്സ് ആണ് നമ്മൾ കണ്ടെത്തിയത്. 8 4 ദെൻ 4 2 ദെൻ 6 3. ഓക്കെ. Listen, page number 100 first question. The perpendicular from the square corner of a right triangle cuts the opposite side into two parts of 2 centimeters and 3 centimeters length. First part, prove that the two small right triangles cut by the perpendicular have the same angles. Next B part, taking the length of the perpendicular as h, prove that h by 2 equals 3 by h. Next third, calculate the perpendicular sides of the large triangle. Fourth part, prove that if the perpendicular from the square corner of a right triangle divides the opposite side into parts of lengths a and b, and if the length of the perpendicular is h, then h square equals ab. Okay, that's the question. So listen this figure. Here you have given the sides 2 centimeters and 3 centimeters. ഇപ്പോൾ ഇവിടെ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ കോർണറിൽ നിന്ന് താഴെ ബോട്ടം സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ആ സൈഡ്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? 2 centimeters and 3 centimeters. Now we got 2 small right triangles. Okay. So we want to prove the first part. What is the question? Prove that the angles of these two small right triangles are equal. ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസിന്റെ ആംഗിൾസുകൾ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ആംഗിൾസ് ടോട്ടൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. Then if we take this angle as x degree, can you say the other angle? 90 minus x. Okay. അപ്പോൾ എക്സ് പ്ലസ് 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 കിട്ടും അല്ലേ? എക്സ് പ്ലസ് 90 മൈനസ് എക്സ് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് 0 അതിൽ ബാക്കി എന്താ ഉണ്ടാവുക? 90. അപ്പോൾ ഇവിടെ എക്സും 90 മൈനസ് എക്സും ആണ് കിട്ടിയത്. ഇനി ഈ ആംഗിൾ എത്ര വരിക? അപ്പോൾ ഇവിടെ ഉള്ളത് ടോട്ടൽ നമുക്ക് ട്രയാംഗിളിൻ്റെ ആംഗിൾസ് എന്ന് പറയുമ്പോൾ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട്? എക്സ് പ്ലസ് 90 ഉണ്ട് അല്ലേ? ഇനി ഇവിടെ എന്ത് വരണം? 180 ടോട്ടൽ ആവണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 90 മൈനസ് എക്സും കൂടെ വരണം. ഓക്കെ. അപ്പോൾ എക്സ് പ്ലസ് 90 പ്ലസ് 90 മൈനസ് എക്സ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0 ആയാൽ 90 പ്ലസ് 90 എന്താവും? 180. അപ്പോൾ ഇവിടുത്തെ തേർഡ് ആംഗിൾ 90 മൈനസ് എക്സ്. നെക്സ്റ്റ് രണ്ടാമത്തെ ട്രയാംഗിൾ എടുക്കാം. 90 മൈനസ് എക്സ് ഇവിടെ എന്താണ്? 90. ഇനി അതിൻ്റെ മൂന്നാമത്തെ ആംഗിൾ. ഇപ്പോൾ ഓൾറെഡി ഇവിടെ എന്താ ഉള്ളത്? 90 മൈനസ് എക്സ് ഉണ്ട്, പിന്നെ ഒരു 90 ഉണ്ട്. ഓക്കെ. ഇപ്പോൾ 90 മൈനസ് എക്സ് ഇവിടെ ഉണ്ട്,
പിന്നെ ഇവിടെ 90 ഉണ്ട്. ഇനി ഈ ആംഗിൾ അപ്പോൾ എന്ത് കിട്ടണം? ടോട്ടൽ 180 ആവണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി 180 ഉണ്ട് അല്ലേ? അപ്പോൾ മൈനസ് എക്സ് ഇവിടെ കൂടുതലല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പ്ലസ് എക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്താവും? 180 ആവും. ഇവിടെ എന്താണ്? 180. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? എക്സ് കൊടുക്കാം. ക്ലിയർ? Now look at these triangles and also the angles. x ഇവിടെ ഉണ്ട്, ഇതിലും x വന്നിട്ടുണ്ട്. Then next 90 minus x ഉണ്ട്, ഇവിടെ 90 minus x ഉണ്ട്. Then രണ്ടിലും എന്ത് വരുന്നുണ്ട്? 90 degree ഉണ്ട്. So we got all the angles of two small right triangles are equal or same. Okay. The next B part. What is the second part? Taking the length of the perpendicular as h, prove that h by 2 equals 3 by h. Prove ചെയ്യേണ്ടത് h by 2 equals 3 by h. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് നിങ്ങളോട് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് h എന്ന് കൊടുക്കുക. ഓക്കെ, we already got that the angles of these two small right triangles are equal. ഇപ്പോൾ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ തൊട്ട് ക്ലാസ്സിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ അല്ലേ? അപ്പോൾ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സുകളുടെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടും? ആംഗിൾസ്. അപ്പോൾ നമുക്ക് എച്ചും ഈ 2ഉം 3ഉം തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ എഴുതാം? അപ്പോൾ ഇവിടെ 90 മൈനസ് എക്സ് ഈ ട്രയാങ്കിൾ നമ്മൾ എടുത്താൽ, ഈ ട്രയാങ്കിൾ 90 മൈനസ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? 3 ആണ് അല്ലേ? ഇതിൽ 90 മൈനസ് എക്സ് എടുത്താൽ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണത്? എച്ച് ആണ്. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 3 by h ഈക്വൽസ്. നെക്സ്റ്റ് ഇനി ഇവിടെ ഉള്ളത് എന്താണ്? എക്സ് ആണ്. ഇവിടുത്തെയും എക്സ് എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ആണ് ആദ്യം എടുത്തിട്ടുള്ളത്. 3 by h. എച്ച് രണ്ടിൻ്റെ കോമൺ ആണ്. ഇനി ഇവിടുന്ന്, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം. അപ്പോൾ എക്സിൻ്റെ ഓപ്പോസിറ്റിൽ എച്ച് ബൈ ഇവിടുത്തെ എക്സിൻ്റെ ഓപ്പോസിറ്റിൽ എന്താ ഉള്ളത്? 2 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3 by h ഈക്വൽസ് h by 2 ഓർ h by 2 ഈക്വൽസ് 3 by h. അപ്പോൾ നമ്മൾ എടുത്തത് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസുകൾ ഈക്വൽ ആയതുകൊണ്ട് സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സുകളുടെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. 90 മൈനസ് എക്സിൻ്റെ ഓപ്പോസിറ്റിൽ 3, ഇവിടെ എച്ച്. ഇതിൽ 90 മൈനസ് എക്സിൻ്റെ ഓപ്പോസിറ്റിൽ എച്ച്. ദെൻ നെക്സ്റ്റ് ഇവിടുത്തെ എക്സിൻ്റെ ഓപ്പോസിറ്റിൽ എച്ച് ആണ്, ഇവിടുത്തെ എക്സിൻ്റെ ഓപ്പോസിറ്റിൽ 2 ആണ്. സോ 3 by h ഈക്വൽസ് h by 2 ഓർ h by 2 ഈക്വൽസ് 3 by h. നെക്സ്റ്റ് സി പാർട്ട്. കാൽക്കുലേറ്റ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. ഇനി വലിയ ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് കണ്ടെത്താനാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇനി ഫോർത്ത് പാർട്ട് നിങ്ങളോട് പറയാണ്. ഇപ്പോൾ 2ഉം 3ഉം ഉള്ളതിന് പകരം സൈഡ്സ് എന്ത് കൊടുക്കുക? എ ആൻഡ് ബി കൊടുക്കാം. ഇപ്പോൾ ഫിഗർ എങ്ങനെ വരിക? ഹിയർ എ ബി ഇൻസ്റ്റെഡ് ഓഫ് 2 and 3. ഹിയർ എച്ച്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിന് മാറ്റമൊന്നുമില്ല, കണ്ടീഷനൊക്കെ അത് തന്നെയാണ്. ഇവിടെ 2 and 3ക്ക് പകരം എന്തായിട്ടുണ്ട്? എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ ഈ എബോ ഈ റിസൾട്ട് യൂസ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എച്ച് ബൈ എ ഈക്വൽസ് ഹിയർ ബി ബൈ എച്ച്. 2 and 3ക്ക് പകരമാണ് ഇവിടെ എന്ത് കൊടുത്തത്? എ ആൻഡ് ബി. അപ്പോൾ എച്ച് ബൈ എ ഈക്വൽസ് ബി ബൈ എച്ച്. ജസ്റ്റ് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? h into h equals a into b. That is h square equals ab. h square equals ab. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ സി പാർട്ടിൽ ഇവിടെ നമ്മൾ ഈ വലിയ ട്രയാങ്കിളും എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പി ക്യൂ ആർ എന്ന് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ
ആ ട്രയാങ്കിളിലെ സൈഡ്സ് നമുക്ക് എങ്ങനെ എഴുതാം? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ. വൈ? ദിസ് ലാർജ് ട്രയാങ്കിൾ ഈസ് ആൾസോ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ h/2 ഈക്വൽസ് 3/h എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ സി പാർട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ലാർജ് ട്രയാങ്കിളിലെ സൈഡ്സ്, ബാക്കിയുള്ള പെർപെൻഡിക്കുലർ സൈഡ്സ് ആയത് പി ആൻഡ് ക്യൂവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഓക്കെ, ജസ്റ്റ് ട്രൈ ടു ഡു. ഓക്കെ, today's class is over. Thank you. Have a nice day.